വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദുബായിൽ എക്സ്പോ സിറ്റി കാണാൻ പോയപ്പോൾ അവിടെ ഒരു മിസ്റ്റീരിയസ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നെടുത്ത് കുറേ വീഡിയോസ് ഞാൻ ഷോർട്സിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുവും അപ്പവും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പറ്റിയ ഐറ്റം ഏതാണ് കളിക്കാൻ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഒരു സ്ലൈഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലേക്കുള്ള വഴിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാച്ചൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അതിൽ ഏത് കൂടെയാണ് കയറേണ്ടേ നമുക്ക് അറിയില്ല, സോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടു ഇതാണ് അതിൻ്റെ വഴി, ഇതിലൂടെ കയറിയാൽ മാത്രമേ നമുക്ക് അപ്പുറത്തൂടെ സ്ലൈഡിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. സോ അച്ചുവും അപ്പവും ഒപ്പം കയറണമെന്ന് പറഞ്ഞു, പക്ഷെ അച്ചു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടപ്പോൾ അവൻ കുറച്ച് പേടിച്ച് മാറി നിന്നു. പിന്നെ അപ്പു ധൈര്യത്തോടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു കുറച്ചിങ്ങനെ കയറണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗുഹ പോലെയാണെന്ന് വിചാരിച്ചിട്ട്, ഒരു ഗുണ കേവ് പോലെയാണെന്ന് വിചാരിച്ചിട്ട് കയറിപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ധൈര്യത്തോടെ കയറുന്നുണ്ട്. ഇതേ കയറി, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കയറിയതും അപ്പുറത്തൂടെ ഒരു ഹോൾ പോലെ ഉണ്ട്, അതിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലൈഡിലൂടെ പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് അപ്പോൾ ആകെ ഹാപ്പി ആയിരുന്നു. പിന്നെ അച്ചു ധൈര്യമായി പിന്നെ കയറാൻ തുടങ്ങി. അപ്പോൾ ചാച്ചൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറി നിൽക്കുകയാണ്, പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല, ഒരാൾക്ക് നിൽക്കേണ്ട സ്പേസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ചാച്ചൻ്റെ സപ്പോർട്ടോടുകൂടി അച്ചു ഇങ്ങനെ കയറുന്നുണ്ട്. കയറി കറക്റ്റ് ആ ഹോളിൽ കൂടെ അവൻ പുറത്തും വരുന്നുണ്ട്. പുറത്ത് വരുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പിന്നെ ആ പേടിയൊക്കെ മാറി പിന്നെയും ഇത് കഴിഞ്ഞിട്ട് ആ സ്ലൈഡിലൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ട് അതിന് ശേഷം പിന്നെയും അത് തന്നെയാണ് കയറാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് പേടിയെല്ലാം മാറി പിന്നെ ഒരുവിധം കുഴപ്പമില്ലാതെ കറക്റ്റായി. അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത് ജമ്പിങ് ഗെയിമായിരുന്നു. അതിൽ നമ്മൾ എത്രത്തോളം ഫാസ്റ്റായി ജമ്പ് ചെയ്യുന്നു അത്രത്തോളം പോയിൻറ്റ്സ് ആ സ്ക്രീനിൽ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ റോക്കറ്റ് കണ്ടു. ആ റോക്കറ്റ് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹാർഡായി ചാടുന്നോ അത്രത്തോളം ഫാസ്റ്റിൽ ആ റോക്കറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. സോ അത് ആ ഒരു ഗെയിമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വിങ് ആടാനുള്ള കുറേ ടൈപ്സ് ഓഫ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഇത് ഒരു ടൈപ്പ് ഓഫ് സ്വിങ്, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നുണ്ട് അത് വേറൊരു സ്വിങ് ആയിരുന്നു. അപ്പോൾ രണ്ടിലും അച്ചു മാറിയിരുന്നു. ഇതാണ് കുറച്ചുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങളെല്ലാവരും ഇതിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്വിങ് ആയിരുന്നു. ഇതിൽ കിടക്കാൻ വരെ പറ്റും. കിടന്നാടുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ ആകാശമാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് കാണുക, മേലൊരു റൂഫ് പോലെ ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അച്ചു ഇങ്ങനെ ഇതൊന്ന് സുഖത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു സംഭവമാണ് ഇത്. ഞാൻ ഷോർട്ടിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അച്ചുവിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം താഴെ നമുക്ക് സേഫായിട്ട് ഒന്നുമില്ല. ഇവിടുന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തറയിലോട്ടാണ് നമ്മൾ വീഴുക. സോ അപ്പോൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇടയിൽ വെച്ച് അപ്പോൾ സ്റ്റക്കായി പോയി, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാതെ. കാരണം ഇത് കുറച്ച് ടാസ്ക്കുള്ളൊരു പരിപാടിയായിരുന്നു. ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇടയിലൂടെ കയറുണ്ട്. അപ്പോൾ അതിൽ കൂടെ ജമ്പ് ചെയ്തും ഇരുന്നും കുനിഞ്ഞും ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഒരു പസിൽ സോൾവ് ചെയ്യണ പോലെ ആയിരിക്കും നമ്മൾ അപ്പുറത്തോട്ട് എത്തേണ്ടത്. അപ്പോൾ അപ്പനോട് എവിടെ പിടിക്കണം എന്ത് ചെയ്യണം എന്നെല്ലാം ഞാനും ചാച്ചനും ഒപ്പം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പനൊരു കൺഫ്യൂഷൻ, അടുത്തത് എവിടെ പിടിക്കണം എവിടെ ചവിട്ടണം എന്നുള്ളത് കൺഫ്യൂഷൻ. കാരണം എങ്ങനെയെങ്കിലും സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് താഴെ വീഴും. സോ ഇങ്ങനെ പതുക്കെ ഓരോ കാറിൽ പിടിച്ച് അവസാനം അവൻ അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു ആശ്വാസമായിരുന്നു അവന്. പക്ഷെ ആ എത്തുന്ന വരെ അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് അവൻ വെക്കുന്ന സമയത്തും ഇപ്പോൾ വീഴും എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അവൻ ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ പിന്നെ അച്ചുവിനെ ഞങ്ങൾ ഒട്ടും വിട്ടില്ല. കാരണം അച്ചു തീരെ ചെറുതാണ്, അവനൊന്നും അറിയില്ല. സോ എങ്ങാനും താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവ് പറ്റും. സോ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, അച്ചുവിനെ കയറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ ഹോളിൽ അവസാനം അപ്പു സേഫായിട്ട് എത്തി. ഇത് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് കേട്ടോ അവസാനം ഇവിടെ എത്തിയത്. ഞാൻ ഒരു സൈഡിൽ നിന്നും ചാച്ചൻ മറ്റേ സൈഡിൽ നിന്നും ഒപ്പം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് ഇവിടെ അവൻ എത്തിയത്. പുറത്തെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി.